Hello dears, welcome back to Zara Learning. It's me, Sri Bhama SB. ഹായുടെ മക്കളെ, എല്ലാ മക്കളും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പവറായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? സോ നമ്മുടെ ലൈവുകളും ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും, അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. സോ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോണ്ടന്റുമായിട്ടാണ്. അപ്പം നമ്മുടെ ഒരു ചാപ്റ്റർ ഉണ്ട്, സ്നേക്സ് ചാർമേഴ്സ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നിങ്ങൾക്കൊരു സ്റ്റോറി, ഒരു കുട്ടി കഥ പഠിക്കുന്നത് എങ്ങനെയോ അതുപോലെ ആ സ്റ്റോറി ഇങ്ങനെ പഠിച്ച് പോകാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ചെറിയൊരു കാര്യം മിസ് എന്ത് ചെയ്യണം ഒന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യണം. സോ റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അവിടെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ തന്നെ അറിയാം, സ്നേക്കാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആള് അല്ലേ? സ്നേക്സിനെ പേടിയാണോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും പേടി ഇല്ലാത്തതുണ്ടോ? മിസ്സിനൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. പാമ്പ് അത് കൂടെ പോയി കഴിഞ്ഞാൽ മിസ് അപ്പുറത്ത് കൂടെ ഓടും, അത്രയും പേടിയാണ് സ്നേക്കിനെ കാണുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോ. മിസ്സിനെ പോലെ പേടിയാണെന്നുണ്ടെങ്കിൽ യെസ് പേടിയാണ്, ഫിയർ ആണ് മിസ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. റെഡി? അപ്പം നമുക്ക് ചുറ്റും ഒരുപാട് ഇങ്ങനത്തെ ടൈപ്പുകളിൽ പാമ്പുകളെ കാണുന്നുണ്ട് അല്ലേ? കുറേ പേര് ചിലപ്പോൾ പറയുന്നുണ്ടാവല്ലോ, ഇപ്പോൾ കിങ് കോബ്ര എന്ന് പറയുന്നുണ്ട്, ഒരുപാട് എണ്ണം ഉണ്ട് അല്ലേ? അതുപോലെ ഗ്രീൻ കളറിലുള്ളത്, യെല്ലോ കളറിലുള്ളത്, അതുപോലെ രാജവെമ്പാല, അണലി, കുറേ എണ്ണം ഉണ്ട്. നമ്മൾ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ടൈപ്പ് ഓഫ് സ്നേക്സ് ആണ് നമ്മുടെ സറൗണ്ടിങ്സിൽ ഉള്ളത്. അപ്പം നമുക്ക് ഒരു സ്നേക്കിൻ്റെ സ്റ്റോറിയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇതാ കുറേ വെറൈറ്റി സ്നേക്സ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന സ്നേക്സിനെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കിങ് കോബ്ര എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള ഒരുപാട് എണ്ണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവല്ലോ. അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക നെയിംസ്, സ്നേക്സിൻ്റെ നെയിംസ് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സ്നേക്സിനെ ഇതാ മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലെ ഒരു കുട്ടി, ആ കുട്ടിയുടെ ഒരു ലൈഫ് സ്റ്റോറി പറയുകയാണ് മെയിനായിട്ട് ആ ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് എന്താണ് ആ ലൈഫ് സ്റ്റോറി നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് മിസ് ഒരു ചെറിയ കാര്യം കൂടെ പറയട്ടെ. ഈ പാമ്പിന് നമ്മളിങ്ങനെ പാമ്പൊക്കെ ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലോട്ടൊക്കെ വന്നു എന്ന് വിചാരിച്ചോ, സ്നേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കേസ് എന്താ, നിങ്ങൾ വേഗം പോയിട്ട് ആരെങ്കിലും വിളിക്കും അല്ലേ, നാട്ടുകാരെയൊക്കെ വിളിക്കും, എല്ലാവരോടും വരാൻ പറയും. അപ്പോൾ അവരെന്ത് ചെയ്യും, പാമ്പ് പിടിക്കുന്ന ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യും, പാമ്പിനെ നൈസായിട്ട് ചാക്കിനുള്ളിലാക്കും. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാൻ പറ്റില്ല, അവർ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത് അല്ലേ. നമ്മൾ മകുടി ഊതുക എന്നൊക്കെ പറയാം, ബീൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ ഊതിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മ്യൂസിക് കേട്ടിട്ട് പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തി ഇങ്ങനെ ആടാൻ തുടങ്ങും. ഇതുപോലെ ഇങ്ങനെ ആടും ഇല്ലേ. ആടുന്ന സമയത്ത് വേഗം നമ്മൾ എന്ത് ചെയ്യും, പിടിക്കുകയാണ് ചെയ്യുക. അപ്പം ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. കാരണം ആ കുട്ടി പറയുന്ന കഥയിൽ മെയിൻ ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് നമ്മുടെ ബീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മകുടി എന്ന് പറയുന്നത്. മകുടി കൊണ്ട് നമ്മൾ ഊതും, ടൂ ഡൂ 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 എന്ന് പറയുന്നത് ഊതും. അതിനൊക്കെ പാട്ടും മ്യൂസിക്കൊക്കെ ഉണ്ടെന്ന് മിസ്സിന് അറിയില്ല. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പല സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ റോഡ് സൈഡിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ മകുടി കൊണ്ട് ഊതിയിട്ട് പാമ്പിനെ ഇങ്ങനെ പത്തി വിടർത്തി ആടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ രസമുള്ളൊരു ഇൻസിഡൻറ്റിലോട്ട് നമുക്ക് പോവാം. നമ്മുടെ ആരാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ആര്യനാഥ് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയിലോട്ടാണ് ഇനി മിസ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആര്യനാഥ് എന്താ പറയുന്നത്, ഐ ക്യാൻ ഡു സംതിങ് സ്പെഷ്യൽ വിച്ച് ഐ എം ഷുവർ നൺ ഓഫ് യു ക്യാൻ ഡു. നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം ഞാൻ ചെയ്യും എന്നാണ് പറയുന്നത്. എന്താ ചെയ്യുന്നത്, ഡു യു നോ വാട്ട്, ഐ ക്യാൻ പ്ലേ ദ ബീൻ. ഈ പറയുന്ന മകുടി ആ കുട്ടി ഒറ്റയ്ക്ക് ഊതും എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ പെട്ടെന്ന് നമുക്കറിയില്ല അല്ലേ. ഇപ്പം മിസ്സിനോട് ചോദിച്ചാൽ മിസ്സിനും അറിയില്ല, പക്ഷെ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, ബീന് എന്ത് ചെയ്യാൻ അറിയാം, ഇങ്ങനെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാം എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ സർപ്രൈസ് ആയല്ലേ, യു മസ്റ്റ് ബി സർപ്രൈസ്. യെസ്, ഐ ക്യാൻ മേക്ക് സ്നേക്സ് ഡാൻസ് ബൈ പ്ലേയിങ് ദ ബീൻ. ആ ബീൻ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഊതുന്ന സമയത്ത് അതിങ്ങനെ ഡാൻസ് കളിക്കുന്നത്, ഇങ്ങനെ പത്തി വിടർത്തി ഇങ്ങനെ ആടുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഐ ഹാവ് ലേൺ ദിസ് ആർട്ട് ഫ്രം മൈ ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് എന്നൊക്കെയാണ് ഇത് അറിഞ്ഞിട്ടുള്ളത്. ആൻഡ് വി പീപ്പിൾ ആർ നോൺ ആസ് കാൽബേലിയാസ് അല്ലേ. കാൽബേലിയാസ് എന്നാണ് അങ്ങനെയുള്ള കൂട്ടരെ എന്ത് പറയുന്നത്, പേര് പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഒരു കേസ് ആലോചിക്കാൻ, നമ്മൾ ബീനാണ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ പാമ്പ് സ്നേക്സ് ഇങ്ങനെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ എന്ത് പറയുന്നു എന്നുള്ളൊരു കേസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചെറിയ ഇൻസിഡൻറ്റിൽ നിന്ന് പോയിന്റ്സ് ആയിട്ട് ആലോചിച്ച് വെക്കുക. അത്രയും നിങ്ങൾക്ക് ആലോചിക്കാറുള്ളൂ, അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു കാര്യമാണ് അല്ലേ. അപ്പോൾ എന്താ കുട്ടി പറയുന്നത്, My grandfather Roshan Nathaji was famous amongst our people. അപ്പോൾ അവരുടെ ഈ കുട്ടിയുടെ എന്താ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് റോഷൻ നാഥാജിയാണ്, ഭയങ്കര ഫേമസ് ആണ്, നമ്മുടെ ആളുകൾക്കിടയിൽ ഭയങ്കര ഫേമസ് ആണ്. എന്തുകൊണ്ട്, he could easily catch many poisonous ആയിട്ടുള്ള സ്നേക്സ്, നല്ല വിഷമുള്ള ഒരുപാട് പോയിസണസ് ആയിട്ടുള്ള സ്നേക്സുകളെ പിടിച്ചിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മുടെ പറയുകയാണെങ്കിൽ എന്താ പറയുക,
പാമ്പിനെ പിടിക്കുന്ന കുറേ പേരുണ്ടല്ലോ അല്ലേ, അതിൽ കുറേ ഒരാളുണ്ടല്ലോ, ഞാൻ പേര് മറന്നുപോയി. അപ്പോൾ അവരൊക്കെ ഭയങ്കര ഫേമസ് ആണ്. കാരണം എന്താ, അത് എല്ലാവർക്കും പിടിക്കാൻ പറ്റുന്ന ഒരു കേസ് അല്ല അല്ലേ. പാമ്പിനെ വന്ന് പിടിക്കുക പറഞ്ഞാൽ അതിനും എന്ത് വേണം, ഒരു ഗട്ട്സ് വേണം അല്ലേ. സോ ഹി ടെൽസ് മീ മെനി സ്റ്റോറീസ് അബൌട്ട് ഹിസ് പാസ്റ്റ്. കം ലെറ്റ്സ് ലേൺ ഹിസ് ഹിസ്റ്ററി ആൻഡ് ദിയർ വേർഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടായിരിക്കും. അപ്പോൾ ആ കഥകൾ എന്തൊക്കെയാണെന്ന് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് ഇത്രയേ ഉള്ളൂ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്നേക്സുകളുണ്ട്. പോയിസണസ് ആയിട്ടുള്ള സ്നേക്സ് ഉണ്ട്, പോയിസൺ അല്ലാത്ത സ്നേക്സ് ഉണ്ട്, 8 അടി മൂർഖനൊക്കെ ഉണ്ട്. 8 അടി ആ മൂർഖൻ കടിച്ചിട്ടാൽ 8 അടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു. അങ്ങനെയുള്ള ഒരുപാട് എണ്ണം. കിങ് കോബ്ര ഒക്കെ ഭയങ്കര പോയിസണസ് ആണ്. രാജവെമ്പാല ഇതൊക്കെ ഭയങ്കര എന്താണ്, സീനുള്ള സ്നേക്സ് ആണ്, പക്ഷെ പോയിസണസ് അല്ലാത്തതും ഉണ്ട്. സോ അങ്ങനെ ചുറ്റും ഇങ്ങനെ ഇതുണ്ട്. അത് പ്ലേ ചെയ്യുന്നത്, അപ്പോൾ ഇതിങ്ങനെ പത്തി വിടത്തി ആടുന്നത് എപ്പോഴാണ്, ബീനിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് എന്നുള്ളത് കേസ് ആലോചിച്ച് വെക്കുക. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടാവല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റോറി ഉണ്ടാവല്ലോ. അപ്പോൾ പാമ്പ്, സ്നേക്ക് എന്ന് പറയുമ്പോൾ തന്നെ പേടിപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സിന് അതൊന്ന് ഷെയർ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ സ്നേക്സിനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പേടിയുണ്ടോ, എന്തായിരുന്നു എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ, പെട്ടെന്ന് എവിടെയെങ്കിലും പോയുമ്പോൾ പാമ്പിനെ കണ്ട് പേടിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ മിസ്സിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, മിസ് ഇങ്ങനെ ചുമ്മാ ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് മിസ് ഇങ്ങനെ കാലിങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നോക്കുമ്പോൾ സൈഡിൽ കൂടി എന്തെങ്കിലും എഴിഞ്ഞു പോകുന്നത്. മിസ് പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണെന്ന് മിസ്സിന് മനസ്സിലായി. മിസ് പക്ഷേ ചെറിയ എന്തെങ്കിലും ജീവിയായിരിക്കുന്നത്. പിന്നെ നോക്കുമ്പോഴാണ് പാമ്പ്. മിസ് അലറി വിളിച്ച് നാട്ടുകാരെ മൊത്തം അറിയിച്ച് സീനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഓരോരോ എക്സ്പീരിയൻസും ഓരോ സ്ഥലത്തു നിന്നും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് മിസ്സിന് ഷെയർ ചെയ്യുക. സോ വാട്ട്സ് യുവർ സ്റ്റോറി എന്നുള്ളത് നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഷുവറായിട്ട് എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. സോ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, ഇതിൻ്റെ സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ അതുവരേക്കും ബൈ ഡിയേഴ്സ്, സീ യു, താങ്ക് യു, ബൈ.